സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ഇലക്ഷൻ ആൻഡ് ഡെമോക്രസി എന്ന യൂണിറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമാണ്, ഏറ്റവും അവസാനത്തെ ക്ലാസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞ് നിർത്തിയത് ഈ കാണുന്ന പോയിന്റ്സ് ഇലക്ടോറൽ റിഫോംസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇലക്ടോറൽ റിഫോംസ് അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓരോ പരിഷ്കാരങ്ങൾ, ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള ഓരോരോ പരിഷ്കാരങ്ങളാണ്, റിഫോംസ് ആണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് നോക്കിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നെഗറ്റീവ് വോട്ട്, അതേപോലെ ബാലറ്റ് പേപ്പറിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഫോട്ടോ പതിപ്പിക്കുന്ന രൂപത്തിൽ വന്നു, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഇലക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല, അല്ലേ? അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇമ്പോർട്ടൻസ്? ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. പലപ്പോഴും ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികളുടെയും സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അങ്ങനെയുള്ള സജീവ പാർട്ടി പ്രവർത്തകരുണ്ടാവാം. ചിലപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടി പ്രവർത്തകരോട് യാതൊരു താല്പര്യവും കാണിക്കാത്ത ആളുകൾ ഉണ്ടാവാം. എന്ത് തന്നെയായാലും പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. നമുക്കിവിടെ നോക്കാം, പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. ഏറ്റവും ആദ്യം ഹെഡിങ് ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇലക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ പാർട്ടികളും. മെനി പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഫങ്ഷനിങ് ഇൻ ഇന്ത്യ. ഒരുപാട് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ആൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ അതൊരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു എസെൻഷ്യൽ എലമെന്റ് ആണ്. എസെൻഷ്യൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് എന്നർത്ഥം. ഓക്കെ, അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. വാട്ട് ഈസ് മെന്റ് ബൈ എ പൊളിറ്റിക്കൽ പാർട്ടി? എന്താണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വെച്ചാൽ? ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ സംഗതി എന്താണ്? അതാണ് ചോദിക്കുന്നത്. ഇവിടെ പറയുന്നു, പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഓർഗനൈസേഷൻസ് formed on the basis of an ideology which works continuously for attaining political power. ഇതാണ് പൊളിറ്റിക്കൽ പാർട്ടി. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ഒരു ആൻസർ. എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി? പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഓർഗനൈസേഷൻസ് ഫോംഡ് ഓൺ ദി ബേസിസ് ഓഫ് ആൻ ഐഡിയോളജി. ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഒരു സംഘടനയാണ്. വിച്ച് വർക്ക്സ് കണ്ടിന്യൂസ്ലി ഫോർ അറ്റൈനിങ് പൊളിറ്റിക്കൽ പവർ. അപ്പോൾ നിരന്തരമായിട്ട് അധികാരം നേടാൻ വേണ്ടി, രാഷ്ട്രീയ അധികാരം നേടാൻ വേണ്ടി നിരന്തരമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംഘടനകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് വിളിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികൾ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി നോക്കാം. പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻസ് ഫോംഡ് ഓൺ ദി ബേസിസ് ഓഫ് ആൻ ഐഡിയോളജി. ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടനകളാണ്. മാത്രമല്ല, വിച്ച് വർക്ക്സ് കണ്ടിന്യൂസ്ലി ഫോർ അറ്റൈനിങ് പൊളിറ്റിക്കൽ പവർ. രാഷ്ട്രീയ അധികാരം നേടുന്നതിനായിട്ട് നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ്. അപ്പോൾ ഇത്തരം ഓർഗനൈസേഷൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പൊളിറ്റിക്കൽ പാർട്ടീസ്, രാഷ്ട്രീയ പാർട്ടികൾ എന്ന് നമ്മൾ വിളിക്കുന്നു. ദെൻ അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദെയർ മെയിൻ ഫങ്ഷൻസ്. അതായത് മെയിൻ ഫങ്ഷൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലകൾ എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് പലപ്പോഴും വന്നിട്ടുള്ള ചോദ്യമാണ്. എളുപ്പത്തിൽ നമുക്ക് പറയാനും പറ്റും. അപ്പൊ എന്തൊക്കെയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇലക്ഷൻ ഈ പറയുന്ന ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പോയിന്റ് ആക്കി കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ, കണക്ട് ദി ഗവൺമെന്റ് ആൻഡ് ദി പീപ്പിൾ. ഗവൺമെന്റിനെയും ജനങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോയിന്റ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം.
ഓക്കെ, അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഒന്നാമത്തെ പോയിന്റ്, കണക്ട് ദി ഗവൺമെന്റ് ആൻഡ് ദി പീപ്പിൾ, ജനങ്ങളെയും ഗവൺമെന്റിനെയും ബന്ധിപ്പിക്കുന്നു, രണ്ടിനെയും കണക്ട് ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. ഫോം പബ്ലിക് ഒപ്പീനിയൻ, അതായത് പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നു. ഓക്കെ, പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നു. ഏതൊരു വിഷയവുമായും ബന്ധപ്പെട്ടുള്ള പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്കുണ്ട്. അടുത്ത പോയിന്റ്, ക്രിയേറ്റ് പൊളിറ്റിക്കൽ അവയർനെസ്, രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തുന്നു. ഓക്കെ, രാഷ്ട്രീയ അവബോധം, ജനങ്ങളിൽ രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തുന്നു എന്നൊക്കെ പറയാം. പിന്നെ അടുത്ത നാലാമത്തെ പോയിന്റ്, കണ്ടസ്റ്റ് ഇലക്ഷൻസ് ആൻഡ് ദി പാർട്ടി അറ്റൈൻസ് മെജോറിറ്റി ഓഫ് സീറ്റ്സ് ഫോം ദി ഗവൺമെന്റ്, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, അങ്ങനെ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടികൾ എന്തുണ്ടാക്കുന്നു? ഗവൺമെന്റ് രൂപീകരിക്കുന്നു. ഓക്കെ, രാഷ്ട്രീയ പാർട്ടികളുടെ, പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഫംഗ്ഷൻസ് ആണല്ലോ നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്. നമ്മൾ നേരത്തെ തന്നെ ഡെഫിനിഷൻ നോക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞു, ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്? വിച്ച് വർക്ക്സ് കണ്ടിന്യൂസ്ലി ഫോർ അറ്റൈനിങ് പൊളിറ്റിക്കൽ പവർ, രാഷ്ട്രീയ അധികാരം നേടിയെടുക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നു? കണ്ടസ്റ്റ് ഇലക്ഷൻസ് ആൻഡ് ദി പാർട്ടി അറ്റൈൻസ് മെജോറിറ്റി ഓഫ് സീറ്റ്സ് ഫോം ദി ഗവൺമെന്റ്, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടികൾ ഗവൺമെന്റ് രൂപീകരിക്കുന്നു. അടുത്ത പോയിന്റ്, ദി പാർട്ടീസ് which do not get majority of seats functions as responsible opposition, അതായത് എല്ലാ പാർട്ടികളും ഒരിക്കലും എന്ത് ചെയ്യില്ല? അധികാരത്തിലെത്തില്ല. കൂടുതൽ വോട്ട് കിട്ടിയ, അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുള്ള പാർട്ടി ഏതാണോ, അല്ലെങ്കിൽ മുന്നണി ഏതാണോ, അവർ അധികാരത്തിലെത്തും. അപ്പോൾ പ്രതിപക്ഷത്തും കുറച്ച് ആൾക്കാരുണ്ടാവും, അധികാരത്തിൽ എത്താത്ത മറ്റു പാർട്ടികളായിരിക്കും അല്ലെ. ദി പാർട്ടീസ് വിച്ച് ഡു നോട്ട് ഗെറ്റ് മെജോറിറ്റി ഓഫ് സീറ്റ്സ്, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം സീറ്റുകൾ ലഭിക്കാത്ത പാർട്ടികൾ എന്ത് ചെയ്യുന്നു? ഫങ്ഷൻസ് ആസ് റെസ്പോൺസിബിൾ ഒപ്പോസിഷൻ, ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിലായാലും, കേന്ദ്ര തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും നമുക്കറിയാം, ഭരണപക്ഷവും ഉണ്ടാവും, പ്രതിപക്ഷവും ഉണ്ടാവും. അപ്പൊ കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന പാർട്ടി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മുന്നണി എന്ത് ചെയ്യുന്നു? അത് പിന്നെ സർക്കാർ രൂപീകരിച്ചുകൊണ്ട് ഭരണം നടത്തുന്നു. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു? പ്രതിപക്ഷ പാർട്ടികളായിട്ട് പ്രതിപക്ഷമായിരുന്നു കൊണ്ട് സർക്കാരിന്റെ വീഴ്ചകളും പിന്നെ അങ്ങനെയുള്ള ന്യൂനതകളും എല്ലാം ചൂണ്ടിക്കാണിക്കാൻ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് നിലകൊള്ളുന്നു. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ പറയുന്നു, കറക്റ്റ് ദി റോങ് പോളിസീസ് ഓഫ് ഗവൺമെന്റ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, പ്രതിപക്ഷത്തിന്റെ ഒരു ജോലി എന്ന് പറയുന്നത് അതാണ്, കറക്റ്റ് ദി റോങ് പോളിസീസ് ഓഫ് ദി ഗവൺമെന്റ്. അതായത് അധികാരത്തിലെത്തിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരു സർക്കാർ രൂപീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നു. അങ്ങനെയുള്ള ആ സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ മാറ്റം വരുത്താനൊക്കെ വേണ്ടിയിട്ട് ആരിടപെടുന്നുണ്ട്? രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുന്നുണ്ട്. ഓക്കെ, സർക്കാർ ചില തെറ്റായ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില നയങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് തിരുത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും ഇടപെടാറുണ്ട്. സോ കറക്റ്റ് ദി റോങ് പോളിസീസ് ഓഫ് ദി ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളെ തിരുത്തുന്നു. ആൻഡ് ലാസ്റ്റ് വൺ, പുട്ട് ഫോർവേഡ് വേരിയസ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, പല തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള നയങ്ങളും പരിപാടികളും ഒക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ സാഹചര്യത്തിലും ഓരോ കാലഘട്ടത്തിലും മുന്നോട്ട് വെക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസ് എന്തിനുണ്ട്? രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആണ്, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയാണ്. അപ്പൊ അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞു. ഓക്കെ, ഇവിടെ ഒരു എക്സ്ട്രാ റീഡിങ്ങിന്റെ ബോക്സ് നമ്മൾ കാണുന്നു, ഇലക്ഷൻ മാനിഫെസ്റ്റോ. നമ്മൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രകടന പത്രിക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, പ്രകടന പത്രികകൾ പുറത്തിറക്കും. ഓരോ ഇലക്ഷനും വരുമ്പോൾ ഓരോ സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ ഓരോ പാർട്ടികളും തങ്ങൾ വിജയിക്കുകയാണെങ്കിൽ വിജയിച്ച ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ഈ നാട്ടിൽ നടപ്പിലാക്കും, എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും, അങ്ങനെയുള്ള കുറെ വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ ഈ പ്രകടന പത്രികയിൽ കാണാറുണ്ട്. ഓക്കെ, അതാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രകടന പത്രിക. അപ്പൊ ഇവിടെ കൊടുത്ത കാര്യം കൂടി നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം. Every political party comes out with an election manifesto as part of their campaign. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ഓരോ രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്
പിന്നെ അവരുടെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രകടന പത്രിക, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രകടന പത്രിക, ഇലക്ഷൻ മാനിഫെസ്റ്റോ പുറത്തിറക്കാറുണ്ട്. ആൻഡ് ദിസ് ഈസ് എ ഡോക്യുമെന്റ് വിച്ച് സ്റ്റേറ്റ്സ് ദി വ്യൂസ് ഓഫ് ദി പാർട്ടി ഇൻ ദി ലോക്കൽ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അഫയേഴ്സ് ആൻഡ് ദി പ്രോഗ്രാംസ് ആൻഡ് പ്ലാൻസ് ദി പാർട്ടി വുഡ് ഇൻട്രൊഡ്യൂസ് ഇഫ് ഇറ്റ് കംസ് ടു പവർ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. അതായത് ഏത് പാർട്ടിയാണോ ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോ പുറത്തിറക്കുന്നത് ആ പാർട്ടിയുടെ പ്രാദേശിക, അതേപോലെ ദേശീയ, അന്തർദേശീയ വിഷയങ്ങളിലൊക്കെയുള്ള അവരുടെ നിലപാടുകളും, അതേപോലെ അധികാരത്തിലെത്തിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവരും, അങ്ങനെയുള്ള കാര്യങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലഘുലേഖയാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോ, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രകടന പത്രിക എന്ന് പറയുന്നത്. ഓക്കെ, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ, പ്രകടന പത്രികയിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ അധികാരത്തിലെത്തിയാൽ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യാത്ത ഒരുപാട് ജനപ്രതിനിധികളും നമുക്കിടയിലുണ്ട്. അക്കാര്യത്തിൽ തർക്കം വേണ്ട. ചെയ്യുന്നവരുമുണ്ട്, അക്കാര്യത്തിലും നമുക്ക് എന്ത് വേണ്ട, തർക്കം വേണ്ട. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്നുള്ളത് എക്സ്ട്രാ റീഡിംഗ് ആണ്, എന്താ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ ആയിട്ട് ഒരു സെന്റൻസ് ഇവിടെ പറയുന്നു. ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം എനി ഇൻഡിവിജ്വൽ ഹാസ് ദി ഫ്രീഡം ടു ഫോം പൊളിറ്റിക്കൽ പാർട്ടി. നമ്മൾ പറഞ്ഞല്ലോ, ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ എസെൻഷ്യൽ ഫാക്ടറാണ്. പിന്നെ അടുത്തൊരു പോയിന്റ് ഇവിടെ പറയുന്നത് എന്താ, ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എനി ഇൻഡിവിജ്വൽ ഹാസ് ദി ഫ്രീഡം ടു ഫോം എ പൊളിറ്റിക്കൽ പാർട്ടി. ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം, ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, ഏതൊരാൾക്കും ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യാം, അത് രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അനുവദിച്ച് നൽകുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്കൊരു ബോക്സ് കാണാം, പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ, നാഷണൽ പാർട്ടീസ്, അതേപോലെ സ്റ്റേറ്റ് പാർട്ടീസ്. ഓക്കെ, 2 കോളം കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ഫില്ല് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. കുട്ടികൾ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ്. നാഷണൽ പാർട്ടീസ് ഏതൊക്കെയാണ്, നമ്മുടെ രാജ്യത്തുള്ള ദേശീയ പാർട്ടികൾ ഏതൊക്കെ, അതേപോലെ സംസ്ഥാന പാർട്ടികൾ, സ്റ്റേറ്റ് പാർട്ടികൾ ഏതൊക്കെ, നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ഒരു പാരഗ്രാഫ് വായിച്ച ശേഷം നമുക്ക് ഇവിടേക്ക് വരാം. Every political party functioning in our country should register with the election commission. അപ്പൊ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് പറയുന്നു, എവറി പൊളിറ്റിക്കൽ പാർട്ടി ഫംഗ്ഷനിങ് ഇൻ അവർ കൺട്രി ഷുഡ് രജിസ്റ്റർ വിത്ത് ദി ഇലക്ഷൻ കമ്മീഷൻ. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും എന്ത് ചെയ്യണം, തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അത് രജിസ്റ്റർ ചെയ്യണം, ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണം. നാഷണൽ പാർട്ടീസ് ആൻഡ് സ്റ്റേറ്റ് ഓർ റീജിയണൽ പാർട്ടീസ് ആർ ഫംഗ്ഷനിങ് ഇൻ ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് എന്തുണ്ട്, നാഷണൽ പാർട്ടീസും ഉണ്ട്, അതേപോലെ സ്റ്റേറ്റ് ഓർ റീജിയണൽ പാർട്ടീസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിൽ മാത്രമുള്ള അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിൽ മാത്രമുള്ള പ്രാദേശിക പാർട്ടികളെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാഷണൽ പാർട്ടീസും ഉണ്ട്, സ്റ്റേറ്റ് അല്ലെങ്കിൽ റീജിയണൽ പാർട്ടീസും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാടെണ്ണം. The Election Commission has set the criteria for political party to be a national or state party. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു പാർട്ടിയെ സ്റ്റേറ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു നാഷണൽ പാർട്ടി എന്ന് വിളിക്കുന്നത്? അതിന് ചില ക്രൈറ്റീരിയ ഉണ്ട്. ഓക്കെ, ഒരു ജീവിയെ നമ്മൾ മനുഷ്യൻ എന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് മനുഷ്യന്റെ രൂപമായിരിക്കണം, മനുഷ്യനെ പോലെ ജീവിക്കണം, പെരുമാറണം, സ്വഭാവം അങ്ങനെയായിരിക്കണം, രൂപം അങ്ങനെയായിരിക്കണം, എല്ലാം അങ്ങനെയാകുമ്പോൾ നമ്മളത് മനുഷ്യൻ എന്ന് വിളിക്കുന്നു. ഒരു മൃഗത്തിനെ നമ്മൾ ആന എന്നും മറ്റൊരു മൃഗത്തെ നമ്മൾ സിംഹം എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് അതിനുണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ ഒരു ചെറിയ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു പാർട്ടിയെ ദേശീയ പാർട്ടി അല്ലെങ്കിൽ നാഷണൽ പാർട്ടി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് ചില ക്രൈറ്റീരിയ ഉണ്ടാവും. ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന പാർട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, നാഷണൽ പാർട്ടി എന്ന് വിളിക്കുന്നു. അതേപോലെ ചില പാർട്ടീസിനെ നമ്മൾ സ്റ്റേറ്റ് പാർട്ടി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിനും ചില ക്രൈറ്റീരിയ ആര് മുന്നോട്ട് വെക്കുന്നുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ, നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റ് പാർട്ടി ആവാൻ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതൊക്കെയുള്ള പാർട്ടിയെ നമ്മൾ സ്റ്റേറ്റ് പാർട്ടി എന്ന് വിളിക്കുന്നു. ഒരു നാഷണൽ പാർട്ടി ആവാൻ എന്തൊക്കെ കാര്യങ്ങളാണോ, എന്തൊക്കെ കണ്ടീഷൻസ് ആണോ ഉള്ളത്, ആ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന പാർട്ടിയെ നമ്മൾ എന്ത് വിളിക്കുന്നു, നാഷണൽ പാർട്ടീസ് എന്നും വിളിക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാം, റൈറ്റ് സൈഡിൽ ഒരു ബോക്സ് കാണാം, നാഷണൽ പാർട്ടീസ്, അതേപോലെ സ്റ്റേറ്റ് പാർട്ടീസ്. നാഷണൽ പാർട്ടി ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ, അതേപോലെ സ്റ്റേറ്റ് പാർട്ടി ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് എക്സാമിന് ഇത് രണ്ടും പഠിക്കാനില്ല, കണ്ടീഷൻസ് ഒന്നും പഠിക്കാനില്ല, അതുകൊണ്ടാണ് എക്സ്ട്രാ റീഡിംഗ് ഇവിടെ കൊടുത്തത്. നമുക്കത് നോക്കാം. അതിന് മുമ്പ് ഇവിടെയുള്ള നിർബന്ധമായിട്ടും വായിക്കേണ്ട കാര്യങ്ങളൊന്ന് വായിച്ച ശേഷം ഇങ്ങോട്ട് വരാം. ഓക്കെ, അപ്പോൾ ദി ഇലക്ഷൻ കമ്മീഷൻ ഹാസ് സെറ്റ് ദി ക്രൈറ്റീരിയ ഫോർ പൊളിറ്റിക്കൽ പാർട്ടി ടു ബി എ നാഷണൽ ഓർ സ്റ്റേറ്റ് പാർട്ടി. ഓക്കെ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായോ അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടിയായോ ഒക്കെ അംഗീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില പ്രത്യേക മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്.
Generally, those parties which function across the nation and have influence in more than one state are called national parties. ശ്രദ്ധിക്കാം, എന്താണ് നാഷണൽ പാർട്ടി? എന്തിനെയാണ് നമ്മൾ നാഷണൽ പാർട്ടി എന്ന് വിളിക്കുന്നത്? ജനറലി ദോസ് പാർട്ടീസ് വിച്ച് ഫങ്ഷൻ അക്രോസ് ദി നേഷൻ, അതായത് പൊതുവെ നമ്മുടെ രാജ്യത്തെമ്പാടും പ്രവർത്തിക്കുന്ന, പൊതുവെ നമ്മുടെ ദേശവ്യാപകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആയിരിക്കണം. അതേപോലെ ഹാവ് ഇൻഫ്ലുവൻസ് ഇൻ മോർ ദാൻ വൺ സ്റ്റേറ്റ് ആർ കോൾഡ് നാഷണൽ പാർട്ടീസ്. അതായത് മോർ ദാൻ വൺ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലെ സ്വാധീനം ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ പിന്നെ രാജ്യവ്യാപകമായി പ്രവർത്തിക്കുകയും ഏറ്റവും ചുരുങ്ങിയത് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലെങ്കിലും എന്തുണ്ടാവണം, സ്വാധീനം ഉണ്ടാവുകയും ചെയ്യുന്ന പാർട്ടിയാണ് നാഷണൽ പാർട്ടീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടീസ് വിച്ച് ഹാവ് ഇൻഫ്ലുവൻസ് ഇൻ ഓൺലി വൺ സ്റ്റേറ്റ് ആർ കോൾഡ് സ്റ്റേറ്റ് പാർട്ടി. ഇപ്പൊ സ്റ്റേറ്റ് പാർട്ടി എന്താ, ഒരു സംസ്ഥാനത്ത് മാത്രം, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ മാത്രം സ്വാധീനമുള്ള പാർട്ടികളാണ് സംസ്ഥാന പാർട്ടികൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ടീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, there are many political parties functioning in our country which are not able to fulfill the criteria of national or state parties. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെയുള്ള, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രം, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ പ്രദേശങ്ങളിൽ മാത്രമുള്ള ചില ചെറിയ പാർട്ടികൾ ഉണ്ടാവും. അതായത് നാഷണൽ പാർട്ടിയും അല്ല, സ്റ്റേറ്റ് പാർട്ടിയും അല്ല, അതിനേക്കാളും താഴ്ന്ന പാർട്ടികളുണ്ടാവും. അതായത് വളരെ കുറഞ്ഞ ആളുകൾ, മെമ്പേഴ്സ് മാത്രമുള്ള, ചില കുറഞ്ഞ പ്രദേശങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ചെറിയ ചില രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പറയുന്നത് പോലെ there are many political parties functioning in our country which are not able to fulfill the criteria of national or state parties. അപ്പോൾ സ്റ്റേറ്റ് പാർട്ടിയും അല്ല, നാഷണൽ പാർട്ടിയും അല്ല, അത് രണ്ടുമാവാനുള്ള പിന്നെ ക്രൈറ്റീരിയ ഇവർ ഫുൾഫിൽ ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള പാർട്ടികളെ ദീസ് പാർട്ടീസ് ആർ കോൾഡ് രജിസ്റ്റേർഡ് പാർട്ടീസ് ആസ് ദേ ആർ രജിസ്റ്റേർഡ് വിത്ത് ദി ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ പാർട്ടികൾ, സ്റ്റേറ്റ് പാർട്ടിയേക്കാളും ചെറിയ ഇത്തരം പാർട്ടികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് രജിസ്ട്രേഡ് പാർട്ടികൾ. ഓക്കെ, രജിസ്ട്രേഡ് പാർട്ടീസ്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്? കാരണം ഇലക്ഷൻ കമ്മീഷനിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അവർക്കും എന്ത് ചെയ്യാം, ഇലക്ഷൻ വരുമ്പോൾ മത്സരിക്കാം ഒക്കെ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചെറിയ പാർട്ടികളെ നമ്മൾ രജിസ്റ്റേർഡ് പാർട്ടീസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, പിന്നെ അത് കൂടാതെ എന്തൊക്കെയുണ്ട്, സ്റ്റേറ്റ് പാർട്ടീസ് ഉണ്ട്, അതേപോലെ തന്നെ എന്തുകൊണ്ട്, നാഷണൽ പാർട്ടീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ഏതൊക്കെയാണ് നാഷണൽ പാർട്ടീസ്, ഏതൊക്കെയാണ് സ്റ്റേറ്റ് പാർട്ടീസ് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. സ്ക്രീനിൽ ഞാൻ കാണിക്കാം. അതിനു മുമ്പ് എക്സ്ട്രാ റീഡിംഗ് ആണെങ്കിലും നമുക്ക് ഈ ഒരു നാഷണൽ പാർട്ടീസ്, സ്റ്റേറ്റ് പാർട്ടീസ് എന്നുള്ള ഈ ഒരു കാര്യം കൂടി പെട്ടെന്നൊന്ന് നോക്കാം. നാഷണൽ പാർട്ടീസ്. If a political party is to be declared as national party, it should have secured at least 6% of the total votes polled in the Lok Sabha election from 4 or more states. Moreover, it should have won at least 4 Lok Sabha seats from 1 or more states. ഒരു നാഷണൽ പാർട്ടി ആവണമെങ്കിലുള്ള കണ്ടീഷൻ പറയുകയാണ്. ഒരു പാർട്ടിയെ, ദേശീയ പാർട്ടിയെ ഒരു നാഷണൽ പാർട്ടി ആയിട്ട് നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ആ പാർട്ടി എന്ത് ചെയ്യണം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടിന്റെ 6% എവിടുന്ന് കിട്ടണം, 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് നേടിയിരിക്കണം. ഓക്കെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടിന്റെ 6% 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് കിട്ടിയിരിക്കണം. അതേപോലെ മറ്റൊന്ന് പറയുന്നു, കൂടാതെ എന്തും വേണം, 1 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി 4 ലോക്സഭാ സീറ്റും ഏറ്റവും ചുരുങ്ങിയത് ലഭിച്ചിരിക്കണം. Moreover, it should have won at least 4 Lok Sabha seats from 1 or more states. Okay, 1 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് 4 ലോക്സഭാ സീറ്റെങ്കിലും മിനിമം ലഭിച്ചിരിക്കണം. അപ്പൊ ഈ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്താൽ അതിനെ നാഷണൽ പാർട്ടീസ് എന്ന് വിളിക്കാം. ഇനി സ്റ്റേറ്റ് പാർട്ടി ആണെങ്കിലോ, if a party is to be declared as a state party, it should have secured at least 6% of the total votes polled in 2 seats and 2 seats in the state assembly election. രണ്ട് കണ്ടീഷൻ അവിടെയും പറയുന്നു. എന്താ പറയുന്നത്, ഒരു പാർട്ടിയെ നമ്മൾ സ്റ്റേറ്റ് പാർട്ടിയായിട്ട്, സംസ്ഥാന പാർട്ടിയായിട്ട് പിന്നെ പരിഗണിക്കണമെങ്കിൽ ആ പിന്നെ പാർട്ടിക്ക് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6% വോട്ടെങ്കിലും പിന്നെ കിട്ടിയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ പറയുന്നു ആൻഡ് 2 seats in the state assembly election. മാത്രമല്ല എന്നും കിട്ടണം, സ്റ്റേറ്റ് പിന്നെ അസംബ്ലി ഇലക്ഷനിൽ 2 സീറ്റും കിട്ടണം, ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6% കിട്ടിയും വേണം. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ
സ്റ്റേറ്റ് പാർട്ടീസ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം, സംസ്ഥാന പാർട്ടികൾ എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്ക് തൽക്കാലം ഇവിടെ എക്സാമിന് വേണ്ടി പഠിക്കാനില്ല. എക്സാമിന് വേണ്ടി പഠിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള, നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതിയാവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നാഷണൽ പാർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. INC എന്ന് പറയുമ്പോൾ ഏതാ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതേപോലെ നമ്മുടെ മലയാളികൾക്ക് പരിചിതമായിട്ടുള്ള, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ സ്വാധീന ശക്തിയുള്ള പാർട്ടികളിലൊന്നായിട്ടുള്ള CPIM ഉണ്ട്. അതേപോലെ BJP, NCP, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നാഷണൽ പാർട്ടീസ്. ഓക്കെ, ഒരുപാടെണ്ണം നമുക്ക് കിട്ടും, കുറെ എണ്ണം കിട്ടും. പക്ഷെ നമുക്ക് തൽക്കാലം ഇങ്ങനെയുള്ള എല്ലാവരും അറിയുന്ന പ്രധാനപ്പെട്ട 4 പേരുകൾ മാത്രം ഞാൻ ഇവിടെ കാണിച്ചതാണ്. അതേപോലെ സ്റ്റേറ്റ് പാർട്ടീസ് നോക്കുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹി ഭരിക്കുന്ന AAP, ആം ആദ്മി പാർട്ടി നമ്മൾ വിളിക്കുന്ന AAP, അതേപോലെ DMK, ഓക്കെ, AIDMK, ഇത് രണ്ടും തമിഴ്നാട് ബേസ്ഡ് ആണ് പ്രധാനമായിട്ടും. ദ്രാവിഡ മുന്നേറ്റ കഴകം, ഓൾ ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകം, ഐ തിങ്ക് സോ. AIDMK ഫുൾ ഫോം തന്നതാണ് എൻ്റെ വിശ്വാസം. എനിവേ, RJD, അതേപോലെ SP, സമാജ്വാദി പാർട്ടി. ഓക്കെ, അതേപോലെ RJD, രാഷ്ട്രീയ ജനതാദൾ, അതാണ് RJD. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റേറ്റ് പാർട്ടീസ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാന പാർട്ടികൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി, നാഷണൽ പാർട്ടീസ് INC, CPIM, BJP, NCP, അതേപോലെ സ്റ്റേറ്റ് പാർട്ടീസ് AAP, DMK, AIDMK, RJD, SP. ഇങ്ങനെ ഒരുപാടെണ്ണം നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് സെർച്ച് ചെയ്താലോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ കോയാലിഷൻ പോളിറ്റിക്സ് ആൻഡ് ഇലക്ഷൻ. കോയാലിഷൻ പോളിറ്റിക്സ് ആൻഡ് ഇലക്ഷൻ. കോയാലിഷൻ പോളിറ്റിക്സ് എന്ന് പറയുമ്പോൾ മുന്നണി രാഷ്ട്രീയം എന്നാണ്. ഓക്കെ, മുന്നണി രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പും, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എന്താണ് മുന്നണി രാഷ്ട്രീയം എന്നുള്ളത്? ഇടതുപക്ഷ മുന്നണി, അതേപോലെ വലതുപക്ഷം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇടതുപക്ഷം, വലതുപക്ഷം, അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് മുന്നണി എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു പത്രവാർത്ത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോക്സഭ ഇലക്ഷൻ അനൗൺസ്ഡ് പ്രോമിനന്റ് ഫ്രണ്ട്സ് ഇൻ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പിന്നെ തീയതി വിജ്ഞാപനമായി കേന്ദ്രത്തിലെ എന്താ പറയാ, പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണെന്നുള്ള ഒരു വാർത്തയാണ്. പ്രോമിനന്റ് ഫ്രണ്ട്സ് ഇൻ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ, പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം വലിയ പ്രതീക്ഷയോടെ പിന്നെ ഇലക്ഷനെ കാത്തു നിൽക്കുകയാണെന്നുള്ള ഒരു വാർത്തയാണ്. ഡൽഹി, the 16th election to Lok Sabha has been notified. The important coalitions at the center are approaching the election with a great expectation. ഓക്കെ, അതായത് 16ാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ആയി കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട മുന്നണികളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ പിന്നെ സമീപിക്കുന്നു എന്നുള്ള ഒരു വാർത്ത. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് കോയാലിഷൻ എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു തുടങ്ങാൻ പോവാണ്. ശ്രദ്ധിക്കുക. എക്സാമിൻ ദി ന്യൂസ് ഗിവൺ അബവ് നമ്മൾ നോക്കി. നൗ മെനി പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോം കോയാലിഷൻ ആൻഡ് കണ്ടക്ട് ഇലക്ഷൻസ് അറ്റ് ദി സെന്റർ ആൻഡ് ദി സ്റ്റേറ്റ്. അതായത് കേന്ദ്രത്തിലും അതേപോലെ സംസ്ഥാന തലത്തിലൊക്കെ പല രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇലക്ഷനെ നേരിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതായത് മുന്നണി രൂപീകരിച്ച് ഒരു ടീമായി നിന്നുകൊണ്ട് നമ്മൾ UDF, LDF, കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കേൾക്കുന്ന 2 മുന്നണികളാണ്, UDF, LDF. അതേപോലെ ഇപ്പോൾ NDAയും അതേപോലെ ശക്തി പ്രാപിച്ചു വരുന്നു. ഓക്കെ, BJP നേതൃത്വം കൊടുക്കുന്ന NDA, അതേപോലെ കോൺഗ്രസും മുസ്ലിം ലീഗും നേതൃത്വം കൊടുക്കുന്ന UDF, അതേപോലെ CPIM, CPI ഈ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന LDF. ഇതൊക്കെ ഒരു കോയാലിഷൻ ആണ്, ഓരോരോ മുന്നണികളാണ്, ഒരൊറ്റ പാർട്ടി അല്ല അതിലുള്ളത്. പല പാർട്ടികൾ ഒരുമിച്ച് ഒരു ടീമായി നിന്നുകൊണ്ട് മത്സരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നൗ മെനി പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോം കോയാലിഷൻ ആൻഡ് കണ്ടക്ട് ഇലക്ഷൻസ് അറ്റ് ദി സെന്റർ ആൻഡ് ദി സ്റ്റേറ്റ്. പല രാഷ്ട്രീയ പാർട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, മുന്നണി രൂപീകരിച്ച് ഒരുമിച്ച് നിന്നുകൊണ്ട് മത്സരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സോ ലെറ്റ്സ് എക്സാമിൻ വാട്ട് കോയാലിഷൻ പോളിറ്റിക്സ് ഈസ്. അപ്പൊ നമുക്ക് നോക്കാം, മുന്നണി രാഷ്ട്രീയം, കോയാലിഷൻ പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. On occasion where no political party can get majority in elections, parties who can cooperate form coalition fronts based on a common minimum program and conduct elections. This is coalition politics. ശ്രദ്ധിക്കുക, ഇത്രയും ഭാഗം ഞാനൊന്ന് മാർക്ക് ചെയ്യാണ്.
അത് നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കണം. എന്താണ് കോയാലിഷൻ പൊളിറ്റിക്സ്, എന്താണ് കോയാലിഷൻ ഗവൺമെന്റ്. അപ്പോൾ ആദ്യം നമ്മൾ കോയാലിഷൻ പൊളിറ്റിക്സ് എന്താണെന്ന് നോക്കുകയാണ്, മുന്നണി രാഷ്ട്രീയം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണാം കോയാലിഷൻ ഗവൺമെന്റ്, അതായത് മുന്നണി സർക്കാർ എന്ന് പറയും. ഇതിലേക്ക് നമുക്ക് വരാം. ഏറ്റവും ആദ്യം കോയാലിഷൻ പൊളിറ്റിക്സ്. On occasion, where no political party can get majority in elections, parties who can cooperate form coalition fronts based on a common minimum program and contest elections. This is coalition politics. അതിന്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഇലക്ഷൻ വരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ കോൺഗ്രസ് ഒറ്റക്ക്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒറ്റക്ക്, അതല്ലെങ്കിൽ BJP എന്ന് പറയുന്ന പാർട്ടി, അതല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി മാത്രം, ഓക്കെ, ആ മുന്നണിയിലുള്ള എല്ലാ പാർട്ടികളും അല്ല, ആ ഒരു പാർട്ടി മാത്രം ഒറ്റക്ക് മത്സരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വിജയിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പൊ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒറ്റക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പരസ്പരം സഹകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യും? അവര് ചില കണ്ടീഷൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ, ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു ചേർന്ന് ഒരു മുന്നണി രൂപീകരിച്ച് ആ ഒരു ടീമായി നിന്നുകൊണ്ട്, ഒരു മുന്നണിയായി നിന്നുകൊണ്ട്, ഒരു പാർട്ടിയായിട്ടല്ല, ആ പാർട്ടികളെല്ലാം കൂടി ചേർന്ന് ഒരു മുന്നണിയായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോയാലിഷൻ പൊളിറ്റിക്സ്, മലയാളത്തിൽ പറയുകയാണെങ്കിൽ മുന്നണി രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു ബുദ്ധിമുട്ടില്ലാത്ത സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്, നല്ല പെട്ടെന്ന് മനസ്സിലാവുന്ന കൺസെപ്റ്റാണ്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് ഒരു മുന്നണിയായി മത്സരിക്കുക, ഇലക്ഷനെ നേരിടുക, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മുന്നണി രാഷ്ട്രീയം. ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയുന്നു? കോയാലിഷൻ പൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇങ്ങനെ അതിന്റെ ബാക്കി നോക്കാം. അപ്പൊ എന്താണ് കോalition ഗവൺമെന്റ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. When such coalition fronts win the election and form government, it is a coalition government. അതായത് ഇങ്ങനെയുള്ള മുന്നണികൾ, പല പാർട്ടികൾ ചേർന്നുകൊണ്ടാണല്ലോ മുന്നണി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മുന്നണികൾ പിന്നെ ഇലക്ഷനിൽ വിജയിച്ച് അധികാരത്തിലെത്തി സ്വാഭാവികമായിട്ടും വിജയിക്കുന്നവരെന്ത് ചെയ്യും? അവർ സർക്കാർ ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെയുള്ള മുന്നണി രാഷ്ട്രീയത്തിലൂടെ രൂപീകരിക്കപ്പെടുന്ന സർക്കാരിനെയാണ് മുന്നണി സർക്കാരുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള മുന്നണികൾ വിജയിച്ച് അധികാരത്തിലെത്തുമ്പോൾ ഉണ്ടാക്കുന്ന, രൂപീകരിക്കുന്ന സർക്കാരുകളാണ്, ഗവൺമെന്റുകളാണ് എന്ത്? മുന്നണി സർക്കാരുകൾ, കോയാലിഷൻ ഗവൺമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത പാരഗ്രാഫ്. അപ്പൊ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ളത്. ഇവിടെ ഈ പറയുന്ന കോയാലിഷൻ പൊളിറ്റിക്സ് ആൻഡ് ഇലക്ഷൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാനുള്ളത് ഇപ്പൊ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം മാത്രമാണ്. Unlike other states, Kerala has brought coalition politics into practice. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുന്നണി രാഷ്ട്രീയം, ഈ ഒരു കോalition പൊളിറ്റിക്സ് വളരെ പ്രായോഗികമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ UDF, LDF രണ്ടും പാർട്ടികളല്ല, രണ്ടും എന്താണ്? കോയാലിഷൻ ആണ്, ഒരു ടീമാണ്. UDF-ൽ ഒരുപാട് പാർട്ടികളുണ്ട്, LDF-ലും ഒരുപാട് പാർട്ടികളുണ്ട്. ഓക്കെ, അതേപോലെ നേരത്തെ പറഞ്ഞു ഇപ്പോൾ NDA-യും വരുന്നു, BJP നേതൃത്വം കൊടുക്കുന്ന NDA-യും മറ്റൊരു മുന്നണിയായിട്ട് ഇപ്പോൾ കേരളത്തിൽ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇത് ഈ ഒരു കോalition പൊളിറ്റിക്സ് കേരളത്തിൽ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, way back in 1960s, coalition government was established in Kerala. അതായത് 1960കളിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള മുന്നണി സർക്കാർ എന്ത് ചെയ്യുന്നത്? അധികാരത്തിൽ വരുന്നത്. ആഫ്റ്റർ ദാറ്റ് മോസ്റ്റ് ഓഫ് ദി ഗവൺമെന്റ്സ് വിച്ച് കെയിം ടു പവർ were coalition governments. അതിനുശേഷം വന്നിട്ടുള്ള ഒരുവിധം എല്ലാ സർക്കാരുകളും എന്താണ്? മുന്നണി സർക്കാരുകൾ തന്നെയാണെന്ന് പറയും. ഇതിൽ ഒറ്റ പാർട്ടി മാത്രം ഒറ്റയ്ക്ക് മത്സരിച്ച് അധികാരത്തിലെത്തിയ സംഭവങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. Coalition governments have become the order of the day both at the center and in states. അതായത് നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്രത്തിലും അതേപോലെ പല സംസ്ഥാനങ്ങളിലും മുന്നണി സർക്കാരുകൾ തന്നെയാണ് ഭരണം നടത്തുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗം തന്നെയാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടത്. ബാക്കിയെല്ലാം ജനറൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇനി ഏറ്റവും അവസാനത്തെ ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഒരു ഹെഡിങ് നമ്മൾ നോക്കുകയാണ്, സിഫോളജി. ഓക്കെ, പി സൈലന്റ് ആണ്. സിഫോളജി എന്ന് പറയും. എന്താ സിഫോളജി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രമാണ്.
ഓക്കെ, തെരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രമാണ് സിഫോളജി എന്ന് പറയും. എന്താ സംഭവം നമുക്ക് നോക്കാം. സിഫോളജി ഈസ് ദ സയൻസ് ഓഫ് പ്രഡിക്റ്റിംഗ് ഇലക്ഷൻ റിസൾട്ട്സ് ബിഫോർ ദി ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ് ആഫ്റ്റർ അനലൈസിംഗ് ദി പോസിബിലിറ്റീസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കോalition ഫ്രണ്ട്സ്. എന്താ സംഭവം പറയുന്നത്? അതായത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാനാണ് ഇലക്ഷൻ കമ്മീഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളൊരു ഭാഗത്ത് നമ്മൾ പറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ, അതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്, അതിന്റെ ഫംഗ്ഷനാണ്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാണാറുണ്ട് പല ചാനലിലും ഒക്കെ ആയിട്ട് മുൻകൂട്ടി പ്രവചിക്കാൻ, ആര് വിജയിക്കും, ഏത് പാർട്ടി വിജയിക്കും, എത്ര സീറ്റ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുടെയും അതേപോലെ മുന്നണികളുടെയും ഒക്കെ വിജയ സാധ്യത പരിശോധിച്ച് പ്രവചിക്കുന്ന, ഇവരുടെ വിജയ സാധ്യത നേരത്തെ മുൻകൂട്ടി പ്രവചിക്കുന്ന ഒരു പഠനശാഖയാണെന്ത്? തെരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം, സിഫോളജി എന്ന് പറയുന്നത്. സിഫോളജി is the science of predicting election results. It is a science of predicting election results. Election result മുൻകൂട്ടി predict ചെയ്യാണ്, പ്രവചിക്കുകയാണ്, before the declaration of results. അതായത് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ. എങ്ങനെയാ പ്രഡിക്റ്റ് ചെയ്യുന്നത്? വെറുതെ കണ്ണും പൂട്ടി പറയല്ല. ആഫ്റ്റർ അനലൈസിംഗ് ദി പോസിബിലിറ്റീസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കോalition ഫ്രണ്ട്സ്. കൃത്യമായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ലെങ്കിൽ മുന്നണിയുടെയും ഒക്കെ വിജയ സാധ്യതകളെ പറ്റി പഠനം നടത്തിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവചനമാണ്. ദി റിസൾട്ട്സ് ആർ പ്രഡിക്റ്റഡ് ബേസ്ഡ് ഓൺ, ഈ ഇങ്ങനെയുള്ള പ്രവചനം നടത്തുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ഒപ്പീനിയൻ പോൾസ്, അതായത് അഭിപ്രായ സർവേ എന്നൊക്കെ പറയും നമ്മൾ. അഭിപ്രായ സർവേകൾ, ജനങ്ങൾക്കിടയിൽ അഭിപ്രായ സർവേ നടത്തും. അതേപോലെ മീഡിയ അനാലിസിസ്, മാധ്യമ വിശകലനങ്ങൾ, അതേപോലെ പലരുമായിട്ടുള്ള അഭിമുഖങ്ങൾ, ഇന്റർവ്യൂസ്, അതേപോലെ തന്നെ എക്സിറ്റ് പോൾസ്. എക്സിറ്റ് പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും പല ചാനലുകളിലും. പിന്നെ ഇങ്ങനെയുള്ള നമ്മൾ വോട്ട് ചെയ്തതിന് ശേഷം, വോട്ടിംഗ് അവസാനിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സിറ്റ് പോൾ വിശകലനം ആൻഡ് ദി പ്രീവിയസ് ഇലക്ഷൻ റിസൾട്ട്സ്, അതായത് മുമ്പ് നടന്നിട്ടുള്ള ഇലക്ഷന്റെ റിസൾട്ടുകൾ, ഈ കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായ പരിശോധനകൾ നടത്തി അതിന്റെ എല്ലാം വിശകലനം നടത്തി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ഇലക്ഷൻ റിസൾട്ടിന്റെ പ്രഡിക്ഷൻ നടത്തുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടി വിജയിക്കും മറ്റേത് വിജയിക്കില്ല എന്ന് പറയല്ല. ഒപ്പീനിയൻ പോൾസും മീഡിയ അനാലിസിസും ഇന്റർവ്യൂസും എക്സിറ്റ് പോൾസും പ്രീവിയസ് ഇലക്ഷൻ റിസൾട്ട്സും എല്ലാം കമ്പയർ ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തിയ ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രവചനശാസ്ത്രം, തിരഞ്ഞെടുപ്പ് പ്രവചനശാസ്ത്രം, സിഫോളജി എന്ന് വിളിക്കുന്നത്. ത്രൂ പ്രഡിക്ഷൻസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഫേവർ ഓർ അഗൻസ്റ്റ് ദി പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രഡിക്ഷൻസിലൂടെ നമുക്ക് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ എന്തറിയാൻ സാധിക്കും? ഇങ്ങനെയുള്ള പ്രഡിക്ഷൻസിലൂടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികൾക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ പ്രതികൂലമാണോ, ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു താല്പര്യം, ജനങ്ങളുടെ ജനാഭിപ്രായം, പൊതുജനാഭിപ്രായം അങ്ങനെ പറയാം. പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ പൊതുജനാഭിപ്രായം ഏത് പാർട്ടികൾക്ക് അനുകൂലമാണ് അല്ലെങ്കിൽ ഏത് മുന്നണികൾക്ക് അനുകൂലമാണ്, ഏത് മുന്നണികൾക്ക് പ്രതികൂലമാണ് എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. ദി ഇലക്ഷൻ പ്രഡിക്ഷൻ മേ നോട്ട് ബി ഓൾവേസ് കറക്റ്റ്. അതും കൂടി നമ്മൾ അറിയണം. അതായത് എല്ലായ്പ്പോഴും എന്താവൂല, ഈ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ എല്ലായ്പ്പോഴും കറക്റ്റ് ആവണമെന്ന് ഉറപ്പൊന്നുമില്ല. അതിലും തെറ്റുകൾ സംഭവിക്കാം. ഈ നേരത്തെ പറഞ്ഞതുപോലെ എക്സിറ്റ് പോളുകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല ചാനലുകളും എന്ത് ചെയ്യാറുണ്ട്? അവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രഖ്യാപിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് വോട്ടിംഗ് അവസാനിച്ച ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വോട്ടിംഗ് അവസാനിച്ച ശേഷം എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയും. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ചാനൽ അവർ ചില പാർട്ടികൾക്ക് വിജയ സാധ്യത കൽപ്പിക്കും. അതേപോലെ എത്ര സീറ്റിൽ അവർ വിജയിക്കും, എത്ര സീറ്റിൽ വിജയിക്കില്ല എന്നൊക്കെ പറയും. അതേപോലെ മറ്റൊരു ചാനലിലാണെങ്കിൽ വൈ എന്ന് പറയുന്ന മറ്റൊരു ചാനലിലാണെങ്കിൽ വേറെ ചില കണക്കുകൾ അവർ പുറത്തുവിടും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും വരിക. ചിലപ്പോൾ ചാനലുകളിൽ നേരത്തെ പറഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെക്കുന്ന റിസൾട്ടുകളും ഉണ്ടാവാം. അപ്പൊ അത് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ എന്തുണ്ടാവും, തെറ്റും സംഭവിക്കാറുണ്ട്. സോ ഇലക്ഷൻ പ്രഡിക്ഷൻ മേ നോട്ട് ബി ഓൾവേസ് കറക്റ്റ്. എല്ലായ്പ്പോഴും എന്തായിരിക്കില്ല, അത് കറക്റ്റ് ആയിരിക്കില്ല. ഇലക്ഷൻ കമ്മീഷൻ ഹാസ് ബ്രോഡ് സർട്ടൻ റെസ്ട്രിക്ഷൻസ് ഓൺ ദി പ്രഡിക്ഷൻ ഓഫ് റിസൾട്ട്സ്. ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ നടത്തുന്നതിന്
ഇലക്ഷൻ കമ്മീഷന്റെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില നിയന്ത്രണങ്ങളൊക്കെ നിലവിലുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയന്ത്രണങ്ങളും നിലവിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്, നോക്കാനുള്ളത്. ഏറ്റവും താഴെ ഈ ചാപ്റ്ററിന്റെ ഒരു കൺക്ലൂഷൻ എന്ന രൂപത്തിൽ കൊടുത്തൊരു പാരഗ്രാഫാണ്. You have familiarized the features of electoral system of India. From the analysis so far, we can assume that an unbiased, independent and impartial election commission, elections at regular intervals, universal adult franchise, freedom of the people to elect their governments, etc., have helped to strengthen Indian democracy. In addition to this, the high-level political awareness of the people, their ability to take logical decisions and active political participation also help reinforce democracy. Only then democracy will be meaningful. ഒരു കൺക്ലൂഡിംഗ് പാരഗ്രാഫാണ്. അതായത് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അതേപോലെ ഇതുവരെ നമ്മൾ പഠിച്ചിരുന്നു പിന്നെ ഒരു സ്വതന്ത്രമായ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതേപോലെ കൃത്യമായ ഇടവേളകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അതേപോലെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, അതേപോലെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യം, ഇതൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസി ഇങ്ങനെ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള കാരണവും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതേപോലെ കൃത്യമായ ഇടവേളകളിൽ നടക്കുന്ന ഇലക്ഷൻസ്, അതേപോലെ ഒരു ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ഇലക്ഷൻ, അതേപോലെ തന്നെ ഇതെല്ലാം തന്നെയാണ്. ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യം ഇപ്പോഴും ഒരു ശക്തമായ ജനാധിപത്യ രാജ്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ ജനങ്ങളുടെ ഉയർന്ന രാഷ്ട്രീയ അവബോധവും, അതേപോലെ യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മുടെ കഴിവും, അതേപോലെ തന്നെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പങ്കാളിത്തവും ഒക്കെ നമ്മുടെ ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ എന്തെയും സഹായിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജനാധിപത്യം എന്താവുള്ളൂ, മീനിങ് ആവുള്ളൂ, ജനാധിപത്യം അർത്ഥവത്താവുകയുള്ളൂ എന്നും കൂടി പറഞ്ഞു ഈ ഒരു യൂണിറ്റ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ കൂടുതൽ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പുതിയ യൂണിറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.